എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ സ്പിരിച്വൽ മോസസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ഒരു തടാകത്തിൻ്റെ കരയിലാണ്. ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ്, കർത്താവായ യേശു ക്രിസ്തു ഇതുപോലൊരു തടാകത്തിൻ്റെ കരയിൽ നിന്ന് ഒരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. അവിടെ കർത്താവ് നിന്ന് ഇതുപോലത്തെ ഒരു ചെറിയ തടാകത്തിൻ്റെ കരയിലല്ല, അത് വലിയൊരു തടാകമായിരുന്നു. അതിൻ്റെ പേര് ഗന്നസരത്ത് ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന് വേറെ ഒരു പേരാണ് ദ സീ ഓഫ് ഗാലിലി, അല്ലെങ്കിൽ ഗലീല കടൽ എന്നും പറയാറുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത്, കർത്താവ് ആ ലേക്കിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയൊരു പുരുഷാരം കർത്താവ് വചനം പഠിപ്പിക്കുന്നത് കേൾക്കാനായിട്ട് കടന്നു വന്നു. അപ്പോൾ പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവരെ വചനം പഠിപ്പിക്കാനായിട്ട് കർത്താവ് ഈ ലേക്കിലേക്ക് നോക്കിയപ്പോൾ അവിടെ 2 ബോട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതിലൊരു ബോട്ടിലേക്ക് കർത്താവ് കയറി നിന്നു. എന്നിട്ട് ഈ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഈ ബോട്ട് ഷീമോൻ പത്രോസിൻ്റെ ബോട്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഭാവന, ആ കർത്താവ് ഇങ്ങനെ ഷീമോൻ്റെ ബോട്ടിൽ കയറി നിന്ന് ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷീമോനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൻ എന്നതായി എടുക്കുന്നത്. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഷീമോൻ്റെ കൂട്ടുകാരായിരിക്കുന്ന മറ്റ് മീനെ പിടിക്കുന്ന ആൾക്കാർ അവർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്ന നമ്മൾക്ക് പെട്ടെന്നൊരു ചിന്ത വരും, ഷീമോൻ രാത്രി മുഴുവനും മീനെ പിടിച്ചു, ഒന്നും ലഭിച്ചില്ല. അപ്പോൾ പിന്നെ ക്ഷീണിതനായി മടുത്തിട്ട് ഈ വലയെല്ലാം കഴുകിയെടുത്ത് തട്ടുംപുറത്ത് വെക്കാം എന്നുള്ള ചിന്തയോടുകൂടി വല കഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെ ഒരു ചിത്രമാണ് വരുന്നത്. പക്ഷെങ്കിൽ കർത്താവ് ഷീമോൻ പത്രോസിന് ഇങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇവൻ വല കഴുകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലത്ത് മീനെ പിടിക്കുന്നവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വല ഇന്നത്തെ മോഡേൺ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വലയൊന്നും അല്ലായിരുന്നു. അന്നത്തെ വല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിങ്ങനെ ആഴത്തിലേക്ക് ഇറക്കിയിട്ടതിന് ശേഷം അത് ആ വല ഇങ്ങനെ ആ വെള്ളത്തിൽ ആഴത്തിൽ കുറേയേറെ നേരം മണിക്കൂറുകൾ കിടക്കും. അതിനുശേഷം അവർ ഇതിൻ്റെ ഈ മേൽഭാഗത്ത്, നമ്മൾ ചില ബാഗുകൾ കണ്ടിട്ടില്ലേ, ഒരു ചരടിങ്ങനെ കാണും, ആ ചരടിങ്ങനെ വലിക്കുമ്പോഴത്തേക്കിന് ആ ബാഗിൻ്റെ മണ്ടവശം ക്ലോസ് ആകും. അങ്ങനത്തെ ടൈപ്പ് ഒരു ഡ്രോ സ്ട്രിങ് ഉള്ള ഒരു നെറ്റായിരുന്നു. അപ്പോൾ ആ ഡ്രോ സ്ട്രിങ് അവരിങ്ങനെ വലിച്ച് ആ നെറ്റിൻ്റെ മണ്ടവശം ക്ലോസ് ചെയ്തതിന് ശേഷം നെറ്റ് വലിച്ച് ബോട്ടിലേക്ക് എടുക്കും. അങ്ങനത്തെ ഒരു നെറ്റായിരുന്നു. അപ്പോൾ ആ നെറ്റ് പുറത്തെടുക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് ഈ ആഴത്തിൽ കുറേ നേരം കിടക്കുമല്ലേ, അപ്പോൾ അതിനകത്തുള്ള ചേറും ചെളിയും മണ്ണും പിന്നെ ഈ ഉണങ്ങിയ ഇലകളും ഇതുപോലത്തെ കമ്പുകളും ഒക്കെ അതിനകത്ത് കയറും. അപ്പോൾ ഈ മീനെ പിടിക്കുന്നവർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, അവർ അത് കഴുകി വൃത്തിയാക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം, ഇത് അടുത്ത മീൻ പിടുത്തത്തിന് വേണ്ടി വീശണം. ആ അടുത്ത വല വീശലിൻ്റെ തയ്യാറെടുപ്പാണ് വല കഴുകുക, അല്ലാതെ വലയെടുത്ത് തട്ടുംപുറത്ത് വെക്കാനുള്ള പരിപാടിയല്ല. അപ്പോൾ കർത്താവ് ശ്രദ്ധിക്കുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഇവനൊന്നും ലഭിച്ചില്ല. പക്ഷെ ഇവൻ മടുത്തു പോകുന്നില്ല, ഇവൻ വല കഴുകുകയാണ്. ഇവൻ പറയാണ്, ഞാൻ ഇന്ന് വൈകിട്ട് ഒരിക്കൽ കൂടെ വരും, ഇന്ന് രാത്രിയിൽ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യും, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടെ ഈ വല ആഴത്തിൽ ഇറക്കും. പത്രോസിന് വേണം ചിന്തിക്കാമായിരുന്നു. ഇപ്പം ഞാനായിരുന്നെങ്കിൽ ചിന്തിച്ചേനെ, ഈ ഗലീല കടലിൻ്റെ മേളിലല്ലേ ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ജീവിച്ച്, പണ്ട് ചെറുപ്പകാലം തൊട്ട് ഇവിടെ വല വീശുന്ന, ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ എനിക്ക് ബിസിനസ്സൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേ മതിയാകൂ, ഇനി ഈ ബിസിനസ് ഒന്നും ഫ്ലറിഷ് ചെയ്യാൻ പോകുന്നില്ല, വേറെ ഒരു ബിസിനസ് പിടിക്കണം, അല്ല വേറെ എവിടെയെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം, വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം, വേറെ ഏതെങ്കിലും ഒരു ജോലിക്ക് പോകണം. അങ്ങനത്തെ ഒരു ചിന്ത വേണേ പത്രോസിന് ചിന്തിക്കാമായിരുന്നു, നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ. പക്ഷെ പത്രോസ് അങ്ങനെ ചിന്തിച്ചില്ല. പത്രോസിൻ്റെ ആറ്റിറ്റ്യൂഡാണ് അവിടെ കാണുന്നത്. ആ ആറ്റിറ്റ്യൂഡാണ് കർത്താവ് ശ്രദ്ധിച്ചത്. കർത്താവ് ഈ ജനങ്ങളോടൊക്കെ സംസാരിച്ചതിന് ശേഷം പുരുഷാരത്തെയൊക്കെ പറഞ്ഞു വിട്ടു. അതിനുശേഷം പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഈ ബോട്ട് ഇച്ചിരൂടെ ആഴത്തിലേക്കൊന്ന് ഇറക്കിക്കേ. എന്നിട്ട് പിന്നെ പത്രോസിനോട് പറയാം, ആ വല നീ ആ ബോട്ടിൻ്റെ സൈഡിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒന്നിട്. കാരണം കർത്താവ് പറയുക, ഇവനെ ഞാൻ ഇന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല, എനിക്ക് ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു, ഇവൻ മടുത്തു പോകുന്നില്ല, ഇവൻ ഒരിക്കൽ കൂടെ ശ്രമിക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവനെ വെയിറ്റ് ചെയ്യിപ്പിക്കത്തില്ല, ഇപ്പോൾ തന്നെ ഞാൻ ഇവന് വലിയൊരു മീൻപിടുത്തം കൊടുക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 128 2-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ
കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, അല്ലേ? ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കർത്താവിനെ പ്രസാദിപ്പിച്ചത്. പ്രിയ ദൈവമക്കളെ, പത്രോസിനെ പോലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഈ 2024-ൽ, ശരിയായിരിക്കും ചിലപ്പോൾ 2023-ൽ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒന്നും ലഭിച്ചില്ല, അപ്പോൾ വേണേ മടുത്തിട്ട് അതൊന്നും ഇനി പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വേണേ എല്ലാം മടക്കിയെടുത്ത് തട്ടുംപുറത്ത് നമുക്ക് വെക്കാം. പക്ഷെങ്കിൽ പത്രോസിനെ പോലെ ഐ വിൽ ട്രൈ വൺസ് അഗൈൻ, ഞാൻ ഒരിക്കൽ കൂടെ ഈ വല കഴുകി ഒരിക്കൽ കൂടെ വല വീശും എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ ഈ 2024-ൽ കർത്താവ് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ വലിയൊരു മീൻപിടുത്തം തരാൻ, വലിയൊരു വിജയം തരാൻ കർത്താവ് വിശ്വസ്തനാണ്, നമ്മളെ സഹായിക്കും. പത്രോസിനെ പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് 2024 എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.